പുന്നേർകുളം നാലാപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നാലാമത് അശോകൻ നാലാപ്പാട്ട് അനുസ്മരണവും ഡോക്യുമെന്ററി പ്രദർശനവും ആദരിക്കൽ ചടങ്ങും നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 6 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കുന്നത്തൂർ മന ആയുർവേദിക് റിസോർട്ടിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തും. സമിതി പ്രസിഡന്റ് TP ഉണ്ണി അധ്യക്ഷത വഹിക്കും. മുൻ MP CN ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തും. സാഹിത്യകാരി സുലോചന നാലപ്പാട്ട്, തപസ്യ കലാസാംസ്കാരിക വേദി സംസ്ഥാന സെക്രട്ടറി CP സുരേഷ്, മുൻ MLA KV അബ്ദുൽ ഖാദർ, PT അജയ് മോഹനൻ, റഫീഖ് പട്ടേരി, വിജയ് ഹരി തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ആമി പൂക്കുന്നിടം എന്ന മാധവിക്കുട്ടിയെക്കുറിച്ചുള്ള ഷോർട്ട് ഫിലിം തിരക്കഥയും സംവിധാനവും ചെയ്ത അഷിത കാവുവട്ടം എന്ന യുവ സംവിധായികയെ ചടങ്ങിൽ ആദരിക്കും. ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടാകും. സമിതി പ്രസിഡന്റ് TP ഉണ്ണി, വൈസ് പ്രസിഡന്റ് ചോ മുഹമ്മദ് ഉണ്ണി, ട്രഷറർ AK സതീഷ് കുമാർ, ജനറൽ കൺവീനർ സരിത അശോകൻ, എക്സിക്യൂട്ടീവ് അംഗം AM ഷൈമ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നേർകുളം. സ്മാരക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അശോകൻ നാലപ്പാട്ടിന്റെ അനുസ്മരണം സംഘടിപ്പിക്കും. പുന്നേർകുളത്തെ കുന്നത്തൂർ മനയിൽ നാളെയാണ് പരിപാടി. അഷിത കാവുംവട്ടത്തിന്റെ ആമി പൂക്കുന്നിടം എന്ന ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കും. അശോകൻ നാലപ്പാടിന്റെ അനുസ്മരണം ഈ മാസം 6 നടക്കും. സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ, സാഹിത്യകാരി സുലോചന നാലപ്പാട്ട് തുടങ്ങിയവർ പങ്കെടുക്കും. കുന്നത്തൂർ മന ആയുർവേദിക് റിസോർട്ടിൽ വെച്ച് വൈകിട്ട് 3 മണിക്കാണ് പരിപാടി. പുന്നേർകുളം നാലപ്പാടൻ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അശോകൻ നാലപ്പാടിന്റെ 4ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി അനുസ്മരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തുണ്ടായ എല്ലാ വിമോചന ഘട്ടങ്ങളും സാംസ്കാരിക ചലനങ്ങളുമൊക്കെ ഒരുപോലെ വന്ന ഏതെങ്കിലും ഒരു ഗ്രാമം കേരളത്തിലുണ്ടെങ്കിൽ അത് പുന്നേർകുളം വന്നേരി പ്രദേശങ്ങളാണെന്നും അക്ഷരമുറ്റം എന്ന് വിളിക്കാവുന്ന കേരളത്തിലെ പ്രമുഖ തറവാടാണ് നാലപ്പാട്ട് തറവാട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ തലമുറയിലേക്ക് സാംസ്കാരിക വെളിച്ചം പകരാൻ അഹോരാത്രം ശ്രമിച്ച ആളായിരുന്നു അശോകൻ നാലപ്പാട്ട് എന്നും ആലങ്കോട് ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തുണ്ടായ എല്ലാ വിമോചന പദ്ധതികളും സാംസ്കാരിക ചലനങ്ങളും ഒക്കെ ഒരേപോലെ വന്ന ഏതെങ്കിലും ഗ്രാമം കേരളത്തിലുണ്ടെങ്കിൽ അത് ഈ പുന്നേർകുളം വന്നേരി പ്രദേശങ്ങളാണ്. മറ്റു പലർക്കൊക്കെ ഓരോരോ സംസ്കാരത്തിന് മാത്രമേ മേൽക്കൈ ഉണ്ടാവും. ഇതല്ല, എല്ലാ ധാരകളും ഇവിടെ സജീവമായി. നാലപ്പാടൻ ഭാരതീയമായ ആശജ്ഞാനത്തെ ഏറ്റവും സൂക്ഷ്മമായും സമഗ്രമായും പഠിച്ചതായിരുന്നു. നാലപ്പാടൻ കമ്മ്യൂണിസ്റ്റ് പുരോഗമന ചിന്തകൾക്ക് മാനിഫെസ്റ്റോ ആയി തീർന്ന ഒരു കൃതി പരിഭാഷപ്പെടുത്തിയ ആളായിരുന്നു. നാലപ്പാടൻ കവിത്രയത്തിനോട് ചേർക്കപ്പെടേണ്ട, ത്രയം എന്ന് പറഞ്ഞ 3 ഉള്ളൂ, അല്ലെങ്കിൽ നാലപ്പാടിനോട് ചേർക്കാറില്ല. സമിതി പ്രസിഡന്റ് TP ഉണ്ണി അധ്യക്ഷത വഹിച്ചു. മുൻ MP CN ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. സമിതി ട്രഷറർ AK സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. മുൻ MLA KV അബ്ദുൽ ഖാദർ, തപസ്യ സംസ്ഥാന സെക്രട്ടറി CC സുരേഷ്, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകൻ PT അജയ് മോഹൻ, സാഹിത്യകാരൻ റഫീഖ് പട്ടേരി, വിജയ് ഹരി, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, P ഗോപാലൻ, അറക്കൽ ഉമ്മർ മാസ്റ്റർ, P രാംദാസ്, വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ എന്നിവർ സംസാരിച്ചു.
ചോ മുഹമ്മദ് ഉണ്ണി നന്ദി പറഞ്ഞു. മാധവിക്കുട്ടിയെക്കുറിച്ചുള്ള ഹ്രസ്വചിത്രമായ ആമി പൂക്കുന്നിടം തിരക്കഥയും സംവിധാനവും ചെയ്ത അഷിത കാവുംവട്ടത്തെ സുലോചന നാലപ്പാട്ട് ആദരിച്ചു. തുടർന്ന് ഹ്രസ്വചിത്ര പ്രദർശനവുമുണ്ടായി. പരിപാടികൾക്ക് ജനറൽ കൺവീനർ സരിത അശോകൻ, എക്സിക്യൂട്ടീവ് അംഗം AM ഷൈമ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അശോകൻ നാലപ്പാടിനെ അനുസ്മരിച്ചു. നാലപ്പാടിന്റെ ജീവിതത്തെ പുതിയ തലമുറയിലേക്ക് പകരാൻ അഹോരാത്രം ശ്രമിച്ച ആളായിരുന്നു അശോകൻ നാലപ്പാടെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. നാലപ്പാടൻ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അശോകൻ നാലപ്പാടിനെ അനുസ്മരിച്ചു. ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി.